ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്നിപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. രാവിലത്തെ അങ്ങോട്ട് ഒത്തുപിടിക്കാൻ പറ്റുന്നില്ലടാ. എന്തും ആയിക്കോട്ടെ. അപ്പോൾ ദാ ചായക്കെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് വെള്ളം വെച്ച് കൊടുത്തത്. പിന്നെ ചായ മെല്ലെ മാറി അത് ഹോർലിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോൻ്റെ വോയിസിൽ ഇത് ഞാൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പല ശബ്ദവും വേറെ കേൾക്കാം. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലല്ല കേട്ടോ. ഞാൻ ചെറിയൊരു പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇന്ന് വോയിസ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഹോസ്പിറ്റലത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ല കേൾക്കുന്നുണ്ടാകും. ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നാളത്തെ ഇൻഷാല്ല വീഡിയോസ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചായയല്ല ഹോർലിക്സ് ഉണ്ടാക്കിയിട്ട് ഞാനിൻ്റെ കെട്ടിയനൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ഇനി ഫസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വടുക്കണിയിലെടുക്കണ പണിക്ക് സമാധാനം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടും കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് താത്തി ചെല്ലും വായിലൊക്കെ ഒന്ന് അടിച്ചിട്ടും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ മസാല ഷവായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ആ ചിക്കനെ ഞാനിങ്ങനെ കുത്തി നോവിക്കുമ്പോഴാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞത്, എടി മാളുമ്മ ഇന്ന് നാത്തൂരും കുട്ടികളും വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും തികയില്ലല്ലോ. അപ്പോൾ 2 പീസും പാടെ ഞാൻ അതിന് എടുത്ത് കിട്ടാം. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ അരവ് ഉണ്ടാക്കണം. അരവ് മീൻസ് അരപ്പ്. ഇനിയിപ്പോൾ ഇതിനെന്താ പറയുക? ഞാൻ അരവ് എന്നൊക്കെ പറയും, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിക്ക് ഞാനിതാ പച്ചമുളക് അതാ എന്തൊക്കെ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ തന്നെ മറന്നിട്ടാം. മല്ലിച്ചപ്പും തക്കാളിയും ചെറുള്ളിയും വെള്ളുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ഉണക്കമുളകും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ചെറിയ ജാറിലാണ് ഇട്ടത്. പിന്നെ എനിക്കത് തോന്നി അതെന്തായാലും കൊള്ളില്ല എന്നുള്ളത്. പിന്നെ ആ ജാറ് വേഗം മാറ്റി. അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല, കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ മറ്റേ ഉണക്കമുളക് ചേർക്കണുണ്ടല്ലോ അങ്ങനെ. അപ്പം എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് സുർക്കിയും ഒക്കെ ഒഴിച്ചിട്ടും ഗരം മസാല ഒക്കെ ഇട്ടിട്ടും ഒന്നങ്ങോട്ട് അടിച്ചെടുത്ത്. അപ്പോൾ ഈ അടിച്ചെടുത്തപ്പോഴാണ് ഓർമ്മ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ മല്ലിപ്പൊടിയും പാടെ ഇട്ടിട്ടും നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ പാടെ ഈ ചിക്കനൊക്കെ ഇതിലൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതായത് ഇങ്ങനെയൊക്കെ കാട്ടണം കേട്ടോ. എന്നാലും ഇപ്പോൾ ഇത് ലെവലാകുള്ളൂ. ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറൊക്കെ അത് ഫ്രിഡ്ജിൽ വെക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനാകെ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെയൊക്കെ തന്നെ അത്ര തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഫ്രിഡ്ജിക്ക് അങ്ങനെ വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ കൊണ്ടായിരുന്നു പരന്നത്. അപ്പോൾ അതൊക്കെ വേഗം കഴുകി വടുക്കണി ഒന്നും വെടുപ്പാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് ചെന്നിട്ട് ഇപ്പം വെജ്ജ ഊത് പോക്കാൻ. അപ്പം ഞാൻ സ്പ്രേ ഒക്കെ എല്ലോടെ റൂമിൻ്റെ ഉള്ളിൽ കൂടെയും പെരൻ്റെ ഉള്ളിൽ കൂടെയും പറഞ്ഞ പോലെ എല്ലോടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് മക്കളെ ഒരു വർത്താനോ അല്ല. അപ്പോൾ ഇവരെന്താ ഉണ്ടായിക്കൊണ്ട് ചെന്ന് നോക്കുമ്പോൾ ഒരുത്തം താഴത്തെ ഇളയമാടെ കൂടിയിരിക്കുന്നുണ്ട്, മറ്റവരവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ആ വണ്ടിമ്മ കയറിയിരിക്കുക കാരണം എനിക്ക് ഇങ്ങനെയല്ല കേട്ടോ തൃപ്പതി. ഇവിടെ പെരിയിൽ 108 സാധനം കളിക്കാനുണ്ട്. എന്നാലും എവിടേക്കേലും പോയിട്ട് നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ വല്ലാത്തൊരു പൊലിവല്ലേക്കാരം അങ്ങനെ കേട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് ആട്ടിപ്പിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നാത്തൂനും കുട്ടികളും വരുന്നുണ്ട് അറിഞ്ഞല്ലോ. അപ്പം ഞാനിന്ന് ഇനി മസാല ഷവായ ഉണ്ടാക്കുകയാണെങ്കിൽ പൊറാട്ടയും കൊഞ്ചിക്കാമല്ലോ. ഇനിയിപ്പോൾ ചോറ് വെച്ചാൽ ഇനിയിപ്പോൾ ഈ നേരത്തെ ചാറ് വേറെ ആക്കണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ പൊറാട്ട ആകുമ്പോൾ ഇങ്ങനെ അരവിൽ നമുക്ക് കൂട്ടി കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് തുണൽ തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ മുകളിൽ കൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് താഴത്തേക്ക് വന്നിട്ടാം. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്തു. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം മക്കളായിട്ട് അങ്ങനെ മല്ലിക്കെട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ 1 മണിക്കൂർ വെച്ച ഷവായൻ്റെ ഇത് ഒരു 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇരുന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ മസാല ഒക്കെ പിടിച്ച് നല്ലോണം സെറ്റായിട്ടാണ്. അങ്ങനെ ഓനായിട്ടുള്ള കളിയും പിരിയും പറഞ്ഞ പോലൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ അതിക്കൊരു പകുതി ബട്ടറാട്ടോ ഇട്ട് കൊടുക്കണത്. ബട്ടറിൽ ഉണ്ടാക്കിയെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വട്ടം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അപ്പോൾ പിന്നെ സാധനം എന്തായാലും ബട്ടർ ഉണ്ടേനും ഫ്രിഡ്ജിൽ. അപ്പം ഞാനെന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഓരോ പീസുകളും ഞാൻ അതിക്ക് കുക്കർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുള്ളിൽ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു വിസിൽ ഫുള്ളിൽ അടുപ്പിച്ചിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ അതിക്ക് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ അഥവാ ഇനി വല്ല അടി പിടിക്കണ്ടെന്നും കരുതിയിട്ട് ഞാൻ അങ്ങനെ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അതെന്തായാലും മെല്ലെ പതുക്കെ ആവട്ടെ. ഞാനങ്ങനെ
അന്ന് കുത്തിരുന്നു വെച്ചാലേ വല്ലാതെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ മക്കളായിട്ട് കളിച്ച് കുത്തിരുന്നു കേട്ടോ. ഈ മേശമ്മ കയറിയിരിക്കണം എന്തിനാണെന്നറിയോ, എന്തെങ്കിലും വല്ല അവിടുന്ന് എന്തെങ്കിലും വലിച്ചിടാൻ കരുതിയിട്ടുണ്ടാവും. അതാണ് ഇങ്ങനെ കാര്യമായിട്ട് അവിടെ കയറിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ സാധനം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു വിസിലൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ പാനിലിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്ന് എന്താ ഞാൻ പറയുക, ഒരു കളർ തന്നെ ഒന്ന് മാറ്റണം കേട്ടോ. കുറച്ച് അതിൻ്റെ മസാല ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഞാൻ നല്ലോണം ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് അങ്ങനെ നല്ലൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാല ഒക്കെ നല്ലോണം ഞാൻ ആ ഒഴിച്ചു കൊടുത്ത അരവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ഇതിക്ക് അങ്ങോട്ട് ആങ്ങി പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കളെ എന്തായാലും വിശക്കണുണ്ട്, എന്തെങ്കിലും തട്ട് കറിഞ്ഞിട്ടോ. പെരയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് കുറച്ച് വിശപ്പ് അധികമാണേനും. അങ്ങനെ ഓരോരുത്തർക്ക് ഞാനിങ്ങനെ ഓരോ പീസ് വെച്ച് കൊടുക്കാട്ടോ. സംഭവം ഇതിൻ്റെ അരവ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഒരു തുള്ളി എരിവ് അങ്ങോട്ട് പാളി തോന്നും. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് ഒരിത്തിരി എരിവ്, അത് സാരമില്ല, വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് പഠിക്കണേക്കാണ് പോയി കഴിഞ്ഞാൽ ക്ലോസ് ആക്കി ഇടാമല്ലോ. അങ്ങനെ മക്കൾക്കാട്ടോ ചോറും ഈ പൊറാട്ടയും പറഞ്ഞ പോലെയൊക്കെ കൊടുത്തത്. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് തിന്നാ, ഇതൊക്കെ പാടപ്പം കണ്ടതല്ലേ ഉണ്ടാക്കിയത്. എനിക്കങ്ങനെ കേട്ടോ, നമ്മൾ സാധനം ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പം തന്നെ ചില ടൈമിൽ തിന്നാൻ പോകൂല കേട്ടോ. നേരത്തെ വല്ല ഉണക്കമീൻ കറിയൊക്കെയാണ് ഞാൻ അപ്പം തന്നെ ഇന്ന് ചോറ് കൂട്ടും. അങ്ങനെ വടുക്കണയൊക്കെ വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആദ്യമോനക്ക് ആദ്യമോനെ ഉറക്കിയിട്ടോ, മറ്റൊരു നിഫി ഉറക്കി. ഇനിയിപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറും പിന്നെ ഉണ്ടാക്കി ചിക്കന് ചെറിയ പൊട്ടാൻ ഞാൻ എടുത്തത് കേട്ടോ. ഞാൻ കുറച്ച് മോരും ഉപ്പും പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു കേട്ടോ, കറുകത്തുപ്പേരിയും പയറുപ്പേരിയും. അപ്പോൾ അതൊക്കെ കൂട്ടാണ് ഞാൻ ചോറ് വെച്ചതും. അതിൻ്റെ കെട്ടിയതിനോട് ചോദിക്കുകയാണ്, ഇജ്ജ് ഉണ്ടാക്കിയിട്ട് ഇജ്ജ് തന്നെ എന്താ മറ്റേ മസാല ഷവായ കൂട്ടാത്തതെന്ന്. എനിക്ക് അങ്ങനെയൊക്കെ ഒരു കേടാട്ടോ. ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തിന്നൊന്നുമില്ല, എനിക്കൊരു തൃപ്തി ആവണം. അങ്ങനെ എല്ലാതും കഴിഞ്ഞ് പഠിക്കണത് ലൈറ്റൊക്കെ ഓഫാക്കി വേഗം പുറത്തേക്ക് ചാടി. ഇനിയിപ്പോൾ എന്താ പരിപാടി, തുണികളെടുക്കാനുണ്ട്. പക്ഷെ ഞാൻ മോൾക്ക് പോകില്ല. സംഭവം ലൈറ്റൊക്കെ ഇട്ടുക്കണമെങ്കിലും ഒറ്റയ്ക്ക് പോണത് പേടിയാട്ടോ. അങ്ങോട്ട് ഒറ്റക്കണ്ട് കയറാനുള്ളൊരു ധൈര്യമല്ല കേട്ടോ. സംഭവം പെരയും കൂടിയൊക്കെ എൻ്റെ തന്നെയാണ്, എൻ്റെത് മീൻസ് നമ്മളെ തന്നെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, രാത്രി ഒറ്റയ്ക്ക് കയറി പോകുമ്പോഴേ വല്ലാത്തൊരു പ്രയാസമാണ് എനിക്ക് അങ്ങോട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയോളം. പുതിയൊരു വീഡിയോ ഇട്ടാം. ടാറ്റാ ബൈ ബൈ, സീ യു.